മക്കളെ, ഇംഗ്ലീഷ് പരീക്ഷയിൽ 4 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച്. ഈ ക്യാരക്ടർ സ്കെച്ച് സിമ്പിളായിട്ട് ആരുടെ വന്നാലും എങ്ങനെ എഴുതാമെന്നും ഓൾസോ വരാൻ ചാൻസ് ഉള്ള 4 ക്യാരക്ടർ സ്കെച്ചും ഈ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഏത് ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ എഴുതുമ്പോഴും 4 കാര്യം അതിലുണ്ടാവണം. ഒന്ന്, ആ ഒരാളുണ്ടാവുമല്ലോ, അയാളുടെ റോൾ എന്താണ്, ആ കഥയിലെ റോൾ എന്താണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഗ്രാനിയുടെ കാര്യമാണ്. ഗ്രാനി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പേര് ഓർമ്മയുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. മണിയുടെ ഗ്രാൻഡ് മദർ ആണ് എന്നുള്ള കാര്യങ്ങളും ചേർക്കാം. അപ്പോൾ ഒരു റോള് ആരാണ് ആ കഥയിൽ ഇവരെന്നുള്ള കാര്യം കൊടുക്കാം. പിന്നെ ക്വാളിറ്റീസ് അല്ലേ, കുറേ ക്വാളിറ്റീസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഓർമ്മയുള്ളത് ഇടുക. ഇനി കുറച്ച് വേണമെങ്കിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ലവിങ് ആണ്, കെയറിങ് ആണ്, ബ്രേവ് ആണ്, കൈൻഡ് ആണ്, ക്ലെവർ ആണ്, ഡിറ്റർമിൻഡ് ആണ്. എന്തൊക്കെ ക്വാളിറ്റീസ് അപ്ലിക്കബിൾ ആണോ അതൊക്കെ നമ്മൾ ഇതിൽ ചേർക്കണം. പിന്നെ പ്രൂഫ് ഫ്രം ദി സ്റ്റോറി, ഈ ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് കാണിക്കാനുള്ള പ്രൂഫ് എന്താണ്, അതിന് എന്താണ്, എന്തൊക്കെയും കഥയിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ എന്താണ്, ഗ്രാനി ഭയങ്കര കെയറിങ് ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ 2-3 പ്രൂഫ് കൊടുക്കുക അല്ലേ. ഷീ കെയർഡ് ഫോർ മണി ആൻഡ് വാക്ക്ഡ് ബ്രേവ്ലി ടു മസൂരി, മണീനെ ഭയങ്കര കെയറിങ് ആയിരുന്നു എന്നുള്ളതിന് കൊടുത്താൽ മതി, സിമ്പിൾ. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുക്കുക. എപ്പോഴും കൺക്ലൂഷൻ ഒന്നും കിട്ടിയില്ല, ഇത് കൊടുത്താൽ മതി. ദസ് ഷീസ് എ മെമ്മറബിൾ ക്യാരക്ടർ, ഇൻസ്പയറിംഗ് ക്യാരക്ടർ, മെമ്മറബിൾ ക്യാരക്ടർ, അഡ്മിറബിൾ ക്യാരക്ടർ, എന്ത് വേണേൽ കൊടുക്കാം. ഈ 4 കാര്യം വന്നാൽ പരിപാടി സെറ്റാണ്. ഇനി ഇതൊന്നും കൂടി വേണം നിങ്ങൾക്ക് സിമ്പിളാക്കി ഞാൻ തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ടെംപ്ലേറ്റ് പഠിച്ചും വെക്കാം. ഡാഷ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഡാഷ്. എല്ലാവർക്കും ഉറപ്പിക്കുക അല്ലേ. ഡാഷിന് പകരം നിങ്ങൾ ആരാണോ കൊടുക്കുക, കലാമാണ്, കലാം, ഗ്രാനിയാണ്, ഗ്രാനി, ആരാ വെച്ച് കൊടുക്കുക. ഗ്രാനി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി, ചാപ്റ്ററിൻ്റെ പേര് കൊടുക്കുക. അതാണ് ഫസ്റ്റ്. പിന്നെ എന്ത് ചെയ്യുക, രണ്ടാമത്തേലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ റോള് കൊടുക്കുക. ഹി ഓർ ഷീ ഈസ് ദ ഡാഷ് ഇൻ ദ സ്റ്റോറി. ഗ്രാനി ഇതിൽ എന്താണ്, ഷീ ഈസ് മണി ഈസ് ഗ്രാൻഡ് മദർ ഇൻ ദ സ്റ്റോറി. എല്ലാവർക്കും റോൾ ഉണ്ടാവും. ചിലപ്പം റോൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല, അയാളാണ് അതിൽ മെയിൻ ക്യാരക്ടർ എങ്കിൽ ഹി ഓർ ഷീ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി എന്ന് എഴുതി വെച്ചാൽ. 2, ഹി ഓർ ഷീ ഈസ് ഡാഷ് ഡാഷ് ഇൻ ഡാഷ്. ക്വാളിറ്റീസ് കൊടുക്കുക. അവിടെ ക്വാളിറ്റീസ് വലിയ കൈൻഡ്, കെയറിങ്, ഡിറ്റർമിൻഡ്, ബ്രേവ് കൊടുക്കുക അല്ലേ. അപ്പം ഗ്രാനിയുടെ ആണെങ്കിൽ ഷീ ഈസ് ലവിങ്, കെയറിങ് ആൻഡ് ഡിറ്റർമിൻഡ്. അപ്പോൾ അത് റെഡി. ഓക്കെ, ഇത് ബേസിക് ടെംപ്ലേറ്റ് ആണ്. ഇത് വേണം നിങ്ങൾക്ക് 2-3 സെന്റൻസ് ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ, അതിൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ ഈ ടെംപ്ലേറ്റ് ഫോളോ ചെയ്താൽ ഫുൾ സംഭവം ക്ലിയർ ആയിരിക്കും. ഈ 4 മാർക്കും കൂടി കിട്ടും സിമ്പിളായിട്ട്. ഇനി അതിൻ്റെ പ്രൂഫ്, ദിസ് ക്യാൻ ബി സീൻ വെൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് പ്രൂഫ് കൊടുക്കുക, ഇവൻറ്റ്സ് കൊടുക്കുക അല്ലേ. ദിസ് ക്യാൻ ബി സീൻ വെൻ ഷീ കെയർസ് ഫോർ മണി ആൻഡ് വാക്സ് ബ്രേവ്ലി ടു മസൂരി. അത്രയുള്ള സംഭവം. അതിൻ്റെ അവസാനം കൺക്ലൂഷൻ കൊടുക്കുക. ദസ് ഡാഷ് ഈസ് എ ഡാഷ് ക്യാരക്ടർ, ഗ്രാനി ഈസ് എ മെമ്മറബിൾ ക്യാരക്ടർ, ബ്രേവ് ക്യാരക്ടർ, അഡ്മിറബിൾ ക്യാരക്ടർ, ഇൻസ്പയറിംഗ് ക്യാരക്ടർ, എന്ത് വേണമെങ്കിലും കൊടുക്കുക. ഈ സാധനം, ഈ ടെംപ്ലേറ്റും കൂടി പഠിച്ച പണി സിമ്പിളാണ്. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ഒരു പരീക്ഷയിൽ 6 വന്നാൽ എഴുതാം. 4 വരാനാണ് ഏറ്റവും ചാൻസ്. ആ 4 കൂടി അങ്ങോട്ട് നോക്കിയാൽ ഓരോന്നായിട്ട് പിടിച്ചോ. ദ ഗ്രാനി ഇൻ ദ സ്റ്റോറി ബ്ലാ. ഗ്രാനിയുടെ കാര്യം നമ്മൾ ഓൾറെഡി നോക്കി, സെയിം സാധനം തന്നെ ഇവിടെ എഴുതി വെക്കാം. വേണമെങ്കിൽ ആ പ്രൂഫിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ചേർക്കാം. ദിസ് ക്യാൻ ബി സീൻ വെൻ ഷീ വാക്സ് എ ലോങ് ഡിസ്റ്റൻസ് മസൂരി ഈവൻ അറ്റ് ദ ഏജ് ഓഫ് 70. ഷീ ഓൾസോ ക്യാരീസ് ഫുഡ് ഫോർ മണി ബിക്കോസ് ഷീ നോസ് ദാറ്റ് ഹി വിൽ ബിക്കം ഹംഗ്രി എന്നുള്ളതിന് എക്സ്ട്രാ കൂടെ കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണേൽ 1-2 ഡീറ്റെയിൽസ് എക്സ്ട്രാ വേണേൽ ചേർക്കാം. ഈവൻ വെൻ ദ ലാൻഡ് സ്ലൈഡ് ഒക്കേർഡ് ഷീ വാസ് റെഡി ടു ഗോ ട്രാവലിംഗ് ബൈ ഫുഡ് ടു മസൂരി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ എന്ത് ചെയ്യാൻ 2-3 ഡീറ്റെയിൽസ് കൊടുക്കുന്നതിൽ ഒരു തെറ്റില്ല, വളരെ വളരെ നല്ലതാണ്. പക്ഷേ ഈ ബേസിക് സ്ട്രക്ചർ ഫോളോ ചെയ്യുക. ഗ്രാനി ഈസ് എ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ, ഷീ ഈസ് മണീസ് ഗ്രാൻഡ് മദർ, ക്വാളിറ്റീസ് വരിക, പ്രൂഫ് എക്സ്ട്രാ വേണം കൊടുക്കാം. പിന്നെ അവസാനം ഗ്രാനി ഈസ് എ ലവിങ് ആൻഡ് മെമ്മറബിൾ ക്യാരക്ടർ, അല്ലെങ്കിൽ ഗ്രാനി ഈസ് എ മെമ്മറബിൾ ക്യാരക്ടർ. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി ഗ്രാനീൻ്റെ അല്ല കലാമിൻ്റെ ആണ് വന്നെങ്കിലോ ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരിക. അബ്ദുൽ കലാംസ് ഈഗർനെസ് ടു സപ്പോർട്ട് ഹിസ് ഫാമിലി ഈസ് ക്വൈറ്റ് കമൻഡബിൾ. കമൻഡബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര അടിപൊളി കാര്യമാണ്, റെസ്പെക്റ്റ് കൊടുക്കുന്ന കാര്യമാണ് അല്ലേ. ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ലിറ്റിൽ തിങ്സ് മാറ്റർ പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് യങ് അബ്ദുൽ കലാം. ഇതെങ്ങനെ എഴുതി വെക്കുക, സെയിം പരിപാടി തന്നെ അല്ലേ. എങ്ങനെ എഴുതി വെക്കുക, ഡാഷ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഡാഷ്. എഴുതി വെക്കുക എന്താണ്, യങ് അബ്ദുൽ കലാം ഇസ് ദ മെയിൻ ക്യാരക്ടർ. അതിൽ മെയിൻ ക്യാരക്ടർ ആണല്ലോ, അതിൽ ആരുടെയോ റിലേഷനോ അല്ല പറഞ്ഞത്, മെയിൻ ക്യാരക്ടർ എന്ന് പറയാം. ഇൻ ദ ലെസൺ ചാപ്റ്ററിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് പിന്നെ അറിയാം കേട്ടോ, ലിറ്റിൽ തിങ്സ് മാറ്റർ. ഇനി അതിലെ റോൾ എന്താണ്, ഹീ ഈസ് എൻ 8-year-old ബോയ് ഫ്രം എ ലാർജ് വില്ലേജ്. അപ്പോൾ ലാർജ് ഫാമിലി, ഒരു വലിയ ഫാമിലി, 8 വയസ്സുള്ള കുട്ടിയാണ് ആ ചാപ്റ്ററിലെ കല. പിന്നെ ക്വാളിറ്റീസ്, ഹീ ഈസ് ഹാർഡ് വർക്കിംഗ്, റെസ്പോൺസിബിൾ ആൻഡ് ഹെൽപ്ഫുൾ. ഇനി അതിൻ്റെ പ്രൂഫാണ് വേണ്ടത്. ദിസ് ക്യാൻ ബി സീൻ, അതാണല്ലോ അതിൻ്റെ ടെംപ്ലേറ്റ്. ദിസ് ക്യാൻ ബി സീൻ
പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മയുള്ള എല്ലാം കൊടുക്കുക അല്ലേ? ആ പാർട്ട് ടൈം ജോലി ന്യൂസ് പേപ്പർ ഡെലിവറി ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, പിന്നെ ട്യൂഷന് പോകുന്നു, അറബിക് ക്ലാസ്സിൽ പോകുന്നു, എല്ലാ ഡീറ്റെയിൽസും മാക്സിമം ഓർമ്മയുള്ള അവിടെ കൊടുക്കുക. This can be seen when he takes up the work of delivering newspapers to support his family. He is also punctual and determined. This can be seen when he manages his tuition, Arabic school, newspaper delivery and regular school without fail. He collects newspapers, bundles them. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓർമ്മകളൊക്കെ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇത് ബൈ ഹാർഡ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേണം പഠിക്കാം, ആവശ്യമില്ല, ഓർമ്മകളൊക്കെ അവിടെ കൊടുക്കുക. എന്നിട്ട് അവസാനം പറയുക, ദിസ് യങ് അബ്ദുൽ കലാം ഇസ് എൻ അഡ്മിറബിൾ ആൻഡ് മെമ്മറബിൾ ക്യാരക്ടർ. എല്ലാവരുടെയും അഡ്മിറബിൾ മെമ്മറബിൾ ക്യാരക്ടറും ഉണ്ട്. കാരണം മിക്ക കഥയിലും ആൾക്കാർ ഭയങ്കര പോസിറ്റീവ് ആൾക്കാരായിരിക്കും, അവരെ പറ്റിയിരിക്കും മിക്ക സമയത്തും ക്യാരക്ടറൈസ് എഴുതാൻ പറയാം. അപ്പോൾ അങ്ങനെ കൊടുക്കുക അല്ലേ? എപ്പോഴും മെമ്മറബിൾ ആയിരിക്കും, അപ്പോൾ കുഴപ്പമില്ല. മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ്, മോശം ആൾക്കും വേണം മെമ്മറബിൾ ആവുമല്ലോ. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കണം കേട്ടോ, ക്യാരക്ടർ സ്കെച്ച് ഓഫ് കലാം. നെക്സ്റ്റ് പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് ആണ്. ദി നരേറ്റർ ഇൻ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് ബിലീവ്സ് ദാറ്റ് ഹി ഹാസ് ഓൾമോസ്റ്റ് എവറി ഡിസീസ് ആഫ്റ്റർ റീഡിംഗ് ദ മെഡിക്കൽ എൻസൈക്ലോപീഡിയ. ലേറ്റർ ഹി കൺസൾട്ട്സ് ഹിസ് ഡോക്ടർ ആൻഡ് ഫോളോസ് ഡോക്ടേഴ്സ് അഡ്വൈസ്. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച്. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് സ്വന്തം ആലോചിച്ച് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ആൻസർ വായിച്ചു നോക്കുക. അപ്പോൾ ഒന്ന് ചിന്തിച്ചു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ടെംപ്ലേറ്റ് സെയിം ഫോളോ ചെയ്യുക. നരേറ്ററിനെ പറ്റി നമ്മൾ പറയുന്നത്, പേരൊന്നും പറയുന്നില്ല. ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറയാം. എന്നിട്ട് ഹീ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. മെയിൻ ക്യാരക്ടറാണല്ലോ, വേറെ മെയിൻ ക്യാരക്ടേഴ്സ് അങ്ങനെ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഹീസ് ആങ്ഷ്യസ്. ചിലപ്പോൾ ഇവിടെ കൊടുക്കും കേട്ടോ, ഹിൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പറയണം. ആങ്ഷ്യസ്, ഇമാജിനേറ്റീവ് ആൻഡ് ഒബീഡിയൻ. അല്ലേ, ഡോക്ടർ പറയുന്നത് കേൾക്കുന്നുണ്ട്, അപ്പോൾ ഒബീഡിയൻ എന്ന് പറയാം. ഇത് ഇതേപോലെ ബൈ ഹാർട്ട് പഠിച്ച് എഴുതിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണം നിങ്ങളുടേതായ എന്തെങ്കിലും ചേർക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ദിസ് ക്യാൻ ബി സീൻ. പിന്നെ പറയാം പ്രൂഫ്, കഥയിലെ പ്രൂഫ്. വെൻ ഹി റീഡ്സ് എ മെഡിക്കൽ എൻസൈക്ലോപീഡിയ ആൻഡ് ഇമാജിൻസ് ദാറ്റ് ഹി ഹാസ് ഓൾമോസ്റ്റ് എവറി ഡിസീസ് എക്സെപ്റ്റ് ഹൗസ് മേറ്റ്സ് നീ. അതല്ലാത്ത ബാക്കി എല്ലാ അസുഖം അയാൾക്കുണ്ടെന്നുള്ള അയാൾക്ക് തോന്നുന്നുണ്ടല്ലോ. ഹി ബിക്കംസ് ഫ്രൈറ്റൻഡ് ആൻഡ് വിസിറ്റ്സ് ഡോക്ടർ. ലേറ്റർ ഹി ഫോളോസ് ഡോക്ടർ ആസ്. അവസാനം എന്താ ഡോക്ടർ പറയുന്നത് അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒബീഡിയൻ്റ് ആണെന്നുള്ള കാര്യം അവിടെ പ്രൂഫായി. ഹെൽത്തി ഗുഡ് വാട്ടർ. ഡീറ്റെയിൽസ് ഇനിയും ചേർക്കാം, ഇനിയും നിങ്ങൾക്ക് ചേർക്കാം, അതിലുള്ള കഥകൾ ഓർമ്മയുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവസാനം ദസ് ദ നരേറ്റർ ഇസ് എ മെമ്മറബിൾ ക്യാരക്ടർ. അഡ്മിറബിൾ എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ മതി. ഇനി അഡ്മിറബിൾ എന്നോ ഇൻസ്പയറിംഗ് എന്നോ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് 3 എണ്ണമായിരിക്കും എക്സ്ട്രാ ഉണ്ടാവുക. ഞാൻ പറഞ്ഞതിൽ ഇപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ 4 എണ്ണം പറഞ്ഞിട്ടുണ്ടാവും, 3 എണ്ണം ആയിരിക്കും കേട്ടോ. അപ്പോൾ 3 എണ്ണം സെറ്റ് ആക്കുക. ബാക്കി എന്ത് വന്നാലും ഇതിൽ ചെറിയ ഇപ്പോൾ മണിയുടെ ചോദിച്ചാലും മണിയുടെ ഫാദറിന് ചോദിക്കാൻ ചാൻസ് കുറവാ, പക്ഷെ ചോദിച്ചാൽ ഇതേ ടെംപ്ലേറ്റ് ഉപയോഗിക്കുക. മനസ്സിലായി? ഇതേ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് നേരെ എന്ത് ചെയ്യുക, അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഏത് ചോദ്യം വന്നാലും എങ്ങനെ വന്നാലും ക്യാരക്ടർ സ്കെച്ചിൽ മക്കളെ ഈ 4 മാർക്ക് നിങ്ങൾക്ക് 100% ഉറപ്പാണ്. ഓക്കെ, അത് ഉറപ്പാക്കിയിട്ട് വേണം വരാൻ. ഓൾസോ എക്സാമിനറിൻ്റെ ഏത് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ, ഏത് ബാച്ച് എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് ബാച്ച് മാത്രമേ ഉള്ളൂ, ഒരു ബാച്ചേ ഉള്ളൂ, അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള പരീക്ഷകൾക്കൊക്കെ എക്സ്ട്രീംലി യൂസ്ഫുൾ ആകാൻ പോകുന്ന, പ്രത്യേകിച്ച് പബ്ലിക് എക്സാം വരെ അടിപൊളി ക്ലാസ്സുകൾ നമ്മൾ ബാച്ചിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ഓരോ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ്, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻസ്, ഫുൾ ടോപ്പിക് ക്ലാസ്സസ് എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് വേറെ ഒരു പ്ലാറ്റ്ഫോമിന് കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പോട് കൂടി എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കണം. ഇപ്പോൾ ഓഫറും കൂടി ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അടുത്തുള്ള പരീക്ഷകൾ നമുക്ക് അടിച്ച് പൊളിച്ച് നേരത്തെ തന്നെ പഠിച്ച് സെറ്റാക്കാം. എല്ലാവർക്കും വൺസ് അഗൈൻ ഇംഗ്ലീഷ് എക്സാമിലേക്ക് ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.